ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുറുവട്ടൂർ KCMUP സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. കേരള കൈറ്റ് പുറത്തിറക്കിയ വോട്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കുറുവട്ടൂർ KCMUP സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് തികച്ചും ജനാധിപത്യ രീതിയിൽ നടന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രികയുടെ മാതൃക പ്രദർശിപ്പിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം തുടങ്ങിയ സമ്മതിദാനാവകാശത്തിന്റെ ചിട്ടയായ ക്രമീകരണത്തിലൂടെയും ഘട്ടങ്ങളിലൂടെയുമാണ് വോട്ടിംഗ് കടന്നുപോയത്. 2 ബൂത്തുകളിലായി നടന്ന പോളിംഗ് രാവിലെ 10 മണിക്ക് ആരംഭിച്ച് 12:30 അവസാനിച്ചു. തുടർന്ന് 3 മണിക്ക് പ്രധാന അധ്യാപിക ഷീന ടീച്ചർ ഫലപ്രഖ്യാപനം നടത്തി. കേരള കൈറ്റ് പുറത്തിറക്കിയ വോട്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 99.24% പോളിംഗ് രേഖപ്പെടുത്തി. 2024-25 വർഷത്തെ സ്കൂൾ ലീഡറായി മുഹമ്മദ് റാഷിദ് P, ഡെപ്യൂട്ടി ലീഡറായി മിഥു R നായർ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രധാന അധ്യാപിക മുഖ്യ തെരഞ്ഞെടുപ്പ് വാരണാധികാരിയായും സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർ ഉഷ ടീച്ചർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായുമാണ് ഇലക്ഷൻ സംഘടിപ്പിച്ചത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധം എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി കുട്ടികളാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണെന്ന് MPTA വൈസ് പ്രസിഡന്റ് ഷാക്കിറ അഭിപ്രായപ്പെട്ടു.